അനിൽ വാസുദേവ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഈസ്റ്റർ ആശംസകൾ. എന്തൊക്കെയാണ് വിവരങ്ങൾ? പറയും. എസ് കെ എൻ, ഇന്ന് പ്രധാനപ്പെട്ട രണ്ട് വാർത്തകളാണ്, അല്ലെങ്കിൽ രണ്ട് വിവാദങ്ങളായ രണ്ട് വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒന്ന്, പാരീസ് ഒളിമ്പിക്സിലെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തുന്നതിൽ നിന്ന് നീരജ് ചോപ്രയെ ഒഴിവാക്കി എന്നുള്ള വാർത്ത വലിയ രീതിയിൽ കായിക ലോകത്ത് വരികയാണ്. അതായത് നീരജിന് ഒരുപക്ഷെ ഇന്ത്യൻ കായിക ചരിത്രത്തിലെ ഏറ്റവും തിളക്കമുള്ള മുഖം, ഇന്ത്യയുടെ ഗോൾഡൻ ബോയ് എന്നറിയപ്പെടുന്ന താരമാണ് നീരജ് ചോപ്ര. അതായത് ഇന്ത്യ ഒളിമ്പിക്സിൽ 130 വർഷത്തെ ഒളിമ്പിക്സ് ചരിത്രത്തിൽ ഇന്ത്യക്ക് ആദ്യമായി അത്ലറ്റിക്സിൽ സ്വർണ്ണം നേടിത്തന്ന താരം, നിലവിലെ ലോക ചാമ്പ്യൻ, അങ്ങനെയുള്ള വലിയ ഫിഗറുള്ള ഒരു താരം തന്നെയായിരിക്കും പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ പതാക ഏന്താൻ നിയോഗിക്കപ്പെടുക എന്നാണ് എല്ലാവരും കരുതിയത്. അത് കായിക ലോകത്തുള്ളവരാകട്ടെ ആരാധകരാവട്ടെ ഒക്കെ തന്നെ. പക്ഷേ പെട്ടെന്ന് ഇന്നലെ ഉണ്ടായ ഒരു തീരുമാനം, ഈ പതാക ഏന്താൻ ഫ്ലാഗ് ബെയറായി തെരഞ്ഞെടുത്തത് ടേബിൾ ടെന്നീസ് താരം അജന്ത ശരത് കമാലിനെയാണ്. അജന്ത ശരത് കമാലും ഇന്ത്യൻ കായിക ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഒരു ഐക്കോണിക് ഫിഗറുകൾ തന്നെയാണ്. പക്ഷേ ഈ രണ്ട് താരങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഒളിമ്പിക്സിൽ സ്വർണം നേടിയ ഒരു താരത്തിന് തന്നെയായിരുന്നു മുൻതൂക്കം കൊടുക്കേണ്ടിയിരുന്നത്. പക്ഷേ അങ്ങനെ ഒരു താരത്തെ എന്തുകൊണ്ട് ഒഴിവാക്കി എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഉത്തരങ്ങൾ എത്തുന്നത് അടുത്തിടെ വനിതാ ഗുസ്തി താരങ്ങളുടെ ഒരു സമരം വന്നപ്പോൾ, അല്ലെങ്കിൽ ബ്രിജ്ഭൂഷൺ യാദവിനെതിരായ വിവാദങ്ങൾ വന്നപ്പോൾ അതിനെ പരസ്യമായി പിന്തുണച്ച താരങ്ങളിൽ ഒരാളായിരുന്നു നീരജ് ചോപ്ര. അതിൽ അദ്ദേഹം ട്വീറ്റിലൂടെയും അല്ലെങ്കിൽ പരസ്യ പ്രതികരണങ്ങളിലൂടെയൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുകയും ചെയ്തു. അതിലെ ഒരു പക്ഷേ നീരസം കൊണ്ടായിരിക്കും നീരജിനെ ഒഴിവാക്കിയത്, അതിലുള്ള പ്രതികാര നടപടിയായിരിക്കാം എന്ന തരത്തിലാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. ഒപ്പം തന്നെ ഈ അജന്ത ശരത് കമാലിന് ഒരു പ്രാധാന്യം കൊടുത്തത് അടുത്തിടെ IOAയുടെ CEO നിയമനത്തിൽ ഈ ഭൂരിഭാഗം താരങ്ങളും ഈ CEO നിയമിക്കുന്നതിൽ വലിയ എതിർപ്പ് അറിയിച്ചിരുന്നു. പക്ഷേ അതിനെ പിന്തുണച്ച ഒരു താരമാണ് അജന്ത ശരത് കമാൽ. അതുകൊണ്ട് അതിനൊരു പ്രത്യുപകാരം എന്ന തരത്തിലായിരിക്കും ഒരുപക്ഷെ ശരത് കമാലിന് ഈ ഒരു അവസരം കൊടുത്തു എന്ന തരത്തിൽ വരുന്നത്. ഇതിനെതിരെ മലയാളി താരമായ അഞ്ജു ബോബി ജോർജ് അടക്കമുള്ളവർ ഇപ്പോൾ പ്രതിഷേധമായി രംഗത്തെത്തിയിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളും വലിയ ചൂടേറിയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇതിനിടെ ഈ നീരജിനെ പിന്തുണച്ചുകൊണ്ട് തമിഴ്നാട് അത്ലറ്റിക് അസോസിയേഷൻ ഒരു വാർത്താക്കുറിപ്പ് ഇറങ്ങിയിരുന്നു. പക്ഷെ അതിൽ ഒരു പരിധി കടന്ന് ശരത് കമാലിനെ ഡിസ്ക്രൈസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രയോഗം അവരുടെ നടത്തുന്നത്, അക്കാര്യം ഇപ്പോൾ വിവാദമായിരിക്കും. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം വന്നിരിക്കുന്നു. ഇനി എന്തായിരിക്കും ഇതിനകത്തുള്ള IOAയുടെ ഒരു വിശദീകരണം എന്നുള്ളതാണ് ഇനി അറിയേണ്ടിയിരിക്കുന്നത്. SK ദീപക്, മറ്റൊരു കാര്യം, ഈ വനിതാ ഫുട്ബോൾ താരങ്ങളോട് അതിക്രമം കാണിച്ച ഈ ദീപക് ശർമ്മയെ അറസ്റ്റ് ചെയ്തു എന്ന രീതിയിലൊരു വാർത്ത വരുന്നുണ്ടല്ലോ, എന്തൊക്കെയാണ് വിവരങ്ങൾ? SKN, ഈ ദീപക് ശർമ്മ എന്ന് പറയുന്നത് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ്. ഇപ്പോൾ ഹിമാചൽ പ്രദേശ് ഫുട്ബോൾ ഫെഡറേഷൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. അങ്ങനെ വലിയ പദവികൾ അംഗീകരിക്കുന്ന ഒരു താരമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരാളാണ് ഈ ദീപക് ശർമ്മ. അദ്ദേഹം ഇപ്പോൾ ടീമിൻ്റെ മാനേജറായി ഇന്ത്യൻ വനിതാ ലീഗിലെ 2nd ഡിവിഷനിലെ ഖാദ് FC എന്ന് പറയുന്ന ടീമിൻ്റെ കൂടെ ഗോവയിലെത്തിയതാണ്. ആ ടീമിലെ 2 പേർ വനിതാ താരങ്ങളെയാണ് ഇദ്ദേഹം മോശമായി പെരുമാറിയത്. അതായത് ഫിസിക്കൽ അസോൾട്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അവരുടെ റൂമിലേക്ക് അതിക്രമിച്ച് കയറുകയും ഒരു താരത്തെ തല്ലുകയും, അതായത് ആ താരങ്ങളോട് വളരെ പരുഷമായി മോശമായി സംസാരിക്കുകയും ചെയ്തു. ഇങ്ങനെ വലിയ ഗുരുതരമായ ആരോപണമാണ് ഈ താരങ്ങൾ ഉന്നയിച്ചത്. ഇക്കാര്യം വലിയ പരാതിയായതോടുകൂടിയാണ് ഇന്നലെ രാത്രിയോടുകൂടി നോർത്ത് ഗോവ പോലീസ് ഈ ദീപക് ശർമ്മയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തെ മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം രാത്രി തന്നെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിൽ വലിയ ഈ വിഷയത്തിൽ AFF ഒരു 3 അംഗ സമിതി അന്വേഷണത്തിന് വെച്ചിട്ടുണ്ട്. കായിക മന്ത്രാലയം അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടത് കൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഒരു നടപടി ഉണ്ടായത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് രാത്രി ഇദ്ദേഹത്തെ മെഡിക്കൽ പരിശോധനയ്ക്കായി കൊണ്ടുപോകുന്നതിനാണ്. ഈ താരങ്ങളെ ഈ പരാതി പിൻവലിക്കാൻ ഈ താരങ്ങളോട് ടീമിൻ്റെ മറ്റ് കോച്ച് അടക്കമുള്ളതും അല്ലെങ്കിൽ മറ്റ് താരങ്ങളും രംഗത്ത് വന്നു എന്നുള്ള തരത്തിലുള്ള വിവാദങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതായത് ടീമിലെ വനിതാ താരങ്ങൾക്കെതിരെ ഉയർന്നിട്ടുള്ള അല്ലെങ്കിൽ അവർക്കെതിരെ ഉണ്ടായ ഒരു മോശം പ്രവൃത്തിയെ സപ്പോർട്ട് ചെയ്യാൻ പോലും ഈ അധികാരത്തിൻ്റെ അപ്പകഷ്ണങ്ങൾ തിന്നുന്ന ആളുകൾ അതിനെ കൂട്ടുനിൽക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് അല്ലെങ്കിൽ പ്രതികരണങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ നിന്നും വരുന്നത്. എന്തായാലും ദീപക് ശർമ്മയെ ഉടൻ തന്നെ ഈ ഹിമാചൽ പ്രദേശ് അസോസിയേഷനിൽ നിന്ന് പുറത്താക്കണം എന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. SK ഓക്കെ, താങ്ക് യു. അനിൽ വാസുദേവാണ് സ്പോർട്സ് ഡെസ്കിൽ വിവരങ്ങൾ നൽകിയത്.